ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതും സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിനെ റിവേഴ്സ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കണം. അതായത് ഇപ്പം ഇപ്പോൾ ഒരു ഇൻറ്റീജർ നമ്പർ 2345 എന്നൊരു ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അത് ആ പ്രോഗ്രാം ഉപയോഗിച്ച് അതിനെ റിവേഴ്സ് ചെയ്യുക. അതായത് 2345 എന്നുള്ളത് 5432 എന്നൊരു ഔട്ട്പുട്ട് എഴുതി കാണിക്കണം. 2345 ഈസ് റിവേഴ്സ്ഡ് ആസ് 5432 എന്നൊരു ഔട്ട്പുട്ട് കിട്ടണം. ഇപ്പം 4567 എന്ന നമ്പറാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 7654 എന്ന നമ്പർ ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അതായത് എന്താണോ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഡിജിറ്റ്സിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതിയ ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ കാണിക്കണം. അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഈ ഡിജിറ്റ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ പ്രോഗ്രാമുമായിട്ടുള്ള സാമ്യതയുള്ള സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. ഡിജിറ്റ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിൽ നമ്മൾ ലൂപ്പ് ബോഡിക്കകത്ത് ഉപയോഗിച്ച 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണിത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമ്മുടെ ഈ റിവേഴ്സ് ചെയ്യാനുള്ള പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് റിവേഴ്സ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കാനുള്ള പ്രോഗ്രാമിലും അതുപോലത്തെ ഇപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്മൾ 4567 എന്ന നമ്പറാണ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തതെന്ന് എഴുതുക. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലത്തെ അതിൻ്റെ സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ആദ്യം റൈറ്റ് എൻഡിലെ നമ്പർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതായത് 4567 7 എന്ന നമ്പറിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിന് മുന്നേ ഈ നമ്പറിൽ നിന്ന് ആ എക്സ്ട്രാക്ട് ചെയ്ത നമ്പറിനെ ഒഴിവാക്കണം. എന്നിട്ടാണ് അടുത്ത സ്റ്റേജിലോട്ട് പോയത്. അപ്പോൾ ഈ ഒരു നമ്പർ റൈറ്റ് ഹാൻഡ് നമ്പറിനെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കണം. അപ്പം 4567 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 456 എന്ന് കിട്ടും. അപ്പോൾ 7 അങ്ങ് ഒഴിവായി. അപ്പോൾ അങ്ങനെ അവസാന നമ്പറിനെ ഒഴിവാക്കാനായിട്ട് 10 എന്നുകൊണ്ട് നമ്പറിനോട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്പർ റിവേഴ്സ് ചെയ്യാനായിട്ട് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നേരത്തെ ഇൻറ്റീജർ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ സമ്മ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നതിന് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് സമ്മ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഇതിലുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റിന് മാറ്റമുണ്ട് ഇവിടുത്തെ കേസ് വരുമ്പം. അപ്പം അതിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ മാറ്റം മാത്രമേ ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം സംഭവം തന്നെയാണ്, സെയിം പ്രോഗ്രാം തന്നെയാണെന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും വരുന്ന മാറ്റം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം 4567 എന്ന നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം 7 എന്ന നമ്പറിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിനെന്ത് ചെയ്യണം, ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കണം. അതായത് ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുമ്പോഴേക്കും ഈ 7 എന്ന നമ്പർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇക്വേഷനോട് കൊടുത്തിട്ടുള്ളത് REV എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. REV REV ഇൻറ്റു 10 പ്ലസ് റം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് റിവേഴ്സ് ചെയ്യുന്ന നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിവേഴ്സ് ചെയ്ത് വെച്ചിരുന്ന ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നേരത്തെ ഇവിടെ റിമൈൻഡർ ആയിട്ട് എടുത്ത നമ്പർ, അതായത് ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത നമ്പർ, ആ നമ്പറിനെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡറിലുള്ള നമ്പറിനെ ഇതിലോട്ട് ആഡ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഇതിലുള്ളത്. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പം REV എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ആദ്യം ഇത് റൺ ചെയ്യുന്ന സമയത്ത് 0യെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും റിസൾട്ട് 0 തന്നെയായി കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഈ 7 നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ 7 എന്നുള്ളത് റിമൈൻഡർ എന്ന് പറയുന്ന ആ 7 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും REV എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 7 ആയിട്ട് മാറും. എന്നിട്ട് അടുത്തത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമ്പർ 10 എന്നുള്ളത് നമുക്ക് ഈ 7നെ ഒഴിവാക്കണമല്ലോ. അടുത്ത സൈഡിലോട്ട് പോകുമ്പോൾ 7നെ ഒഴിവാക്കണം. അതിനുവേണ്ടി ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കുന്നു. അപ്പം 4567 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കുമ്പോഴേക്കും 456 എന്നാവും. അപ്പോൾ അത് ഈ നമ്പർ എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റേജിൽ ഈ 456നെ ആയിരിക്കും അതിൽ 6 എന്ന് പറയുന്ന ഡിജിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി റിമൈൻഡർ എടുക്കുന്നു. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ REV ഇൻറ്റു 10 പ്ലസ് റം എന്ന ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ 7 ആണ് REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 70 ആവുന്നു. അതിനോട് 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 76 എന്നാവും. അപ്പോൾ REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഇപ്പം 76 ആണ്. ഇനി നമുക്ക് ഈ 6നെ ഒഴിവാക്കണം. നമ്മളിവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതുകൊണ്ട് ഈ 6നെ ഒഴിവാക്കണം. അതിനുവേണ്ടി ഈ നമ്പറിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിസൾട്ട് എടുക്കുന്നു. അപ്പോൾ 45 ആയി. ഇനി ആ 45ൽ നിന്ന് 5നെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് റിമൈൻഡർ എടുക്കുന്നു. എന്നിട്ട് അതിനെ ഈ REV
എന്നുള്ള REVയുടെ കൂടെ ഇവിടെ 76 എന്നാണ് REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ 5 എക്സ്ട്രാക്ട് ചെയ്തെടുത്ത 5 ആഡ് ചെയ്തെടുക്കുന്നു. അപ്പം 76 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 760 എന്ന് കിട്ടും. അതിനോട് 5 കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 765 എന്ന് കിട്ടുന്നു. ഇനി ഈ എക്സ്ട്രാക്ട് ചെയ്ത നമ്പറിനെ ഒഴിവാക്കാനായിട്ട് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 4 എന്ന് കിട്ടുന്നു. ഇനി വീണ്ടും അടുത്ത സെയിം ഇക്വേഷൻ ഈ 4നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് റിമൈൻഡർ എടുക്കുന്നു. അപ്പം 4 കിട്ടുന്നു. എന്നിട്ട് ആ 4നെ ഈ REV × 10 + 4 ആ ഇക്വേഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം 765നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7650 ആവും. അതിൻ്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും 7654 എന്ന് കിട്ടുന്നു. ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ റിവേഴ്സ് ആയി കഴിഞ്ഞ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. 7654 എന്ന വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത ഈ മൂന്നാമത്തെ സ്റ്റെപ്പും കൂടെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഈ 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആൻസർ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആയിട്ട് മാറുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 ആയി. അപ്പോൾ ഇനി ഈ 3 ഇക്വേഷൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ REVയിൽ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഈ പ്രോഗ്രാമിൽ വരുന്നുള്ളൂ. ഈ പ്രോഗ്രാം നമുക്കിവിടെ നോക്കാം. അതിൻ്റെ തുടക്കമൊക്കെ സെയിം തന്നെയാണ്. ഇങ്ങനത്തെ 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് മുന്നത്തെ പ്രോഗ്രാമിലെ പോലെ തന്നെ ഇവിടെ സമ്മിന് പകരം REV എന്ന വേരിയബിളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റം എന്നും n എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ n എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്നൊക്കെ ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതേ സെയിം പർപ്പസ് തന്നെയാണ് ഇവിടെ. കാരണം ഈ നമ്പർ പിന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറിനെ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. n എന്ന് പറയുന്ന വേരിയബിളോട്ട് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. n എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ചാണ് അവസാനം അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ n എന്നുള്ള സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ % സ്ഥാനത്ത് n എന്ന് പറയുന്ന വേരിയബിൾ വാല്യൂ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വൈൽ എന്ന് പറയുന്ന കണ്ടീഷൻ നം >0 എന്നൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ >0 ആണെങ്കിലാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇതേ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലോജിക് എല്ലാം ഞാൻ ആൾറെഡി പറഞ്ഞു. ആ സംഭവം തന്നെയാണ്. എപ്പോഴാണോ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് printf എന്ന് എടുത്ത് %d is reversed as %d. ആദ്യത്തെ %d സ്ഥാനത്ത് n എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. രണ്ടാമത്തെ %d സ്ഥാനത്ത് REV എന്ന് പറയുന്ന വേരിയബിൾ എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ആ വാല്യൂ അപ്പോഴത്തേക്ക് അത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കും. 2345 എന്നുള്ളത് 5432 എന്ന നമ്പറായി കഴിഞ്ഞിരിക്കും. അപ്പോൾ ആ നമ്പറായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പർ റിവേഴ്സ് ചെയ്യാൻ ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡിജിറ്റ്സ് റിവേഴ്സ് ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ആ പ്രോഗ്രാം വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ആദ്യം പഠിച്ച പ്രോഗ്രാം ഒരു നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ പ്രോഗ്രാം ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം പഠിച്ചാൽ മതി. അതിനുശേഷമുള്ള 2-3 പ്രോഗ്രാംസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാനൊക്കും. ഇത് മാത്രമല്ല ഇനിയും 2-3 പ്രോഗ്രാംസ് ഇതേപോലെ തന്നെ 2-3 പ്രോഗ്രാംസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ മതി. സിമിലർ ആയിട്ടുള്ളത് തന്നെ. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചിലപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെറിയൊരു വ്യത്യാസം കാണും. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. സിമിലർ ആയിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് പഠിച്ച് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോഗ്രാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കാണാതെ പഠിക്കുക എന്നല്ല അർത്ഥം. നമ്മളിവിടെ സത്യം പറഞ്ഞാൽ കാണാതെ പഠിക്കാൻ പോകുന്ന മേ ബി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഈ പ്രോഗ്രാം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം നമ്പേഴ്സിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഈ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് പറയാം. കഴിഞ്ഞ 1-2 വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ 4 വേരിയബിൾസ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തല്ലോ. അതിൽ ഒരു വേരിയബിളിന് മാത്രമേ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തുള്ളൂ. മുമ്പത്തെ പ്രോഗ്രാംസ് നോക്കുകയാണെങ്കിൽ സം എന്ന് പറയുന്ന വേരിയബിളായിരുന്നു നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. പക്ഷേ ബാക്കി വേരിയബിളിനൊന്നും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. അതിനൊരു റീസൺ ഉണ്ട്. ഈ നം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡ് വഴിയാണ് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കീബോർഡ് വഴി ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ ആ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ n എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഒരു കോപ്പി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റം എന്ന് പറയുന്നതിന് നമ്മൾ വാല്യൂ ഒന്നും ഇനിഷ്യലൈസ് ചെയ്തില്ല. 0 ഒന്നും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തില്ല. പക്ഷേ ഇവിടെ REV എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുമ്പത്തെ പ്രോഗ്രാമിൽ സം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇതിന് ഇനിഷ്യലൈസ് ചെയ്തില്ല. പക്ഷേ ഇതിന് 0 വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തത് എന്തുകൊണ്ടാണ്? അതിന് ഒരു മീനിങ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ആ സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നോക്കുക. ഈ REM എന്ന് പറയുന്ന ആ വേരിയബിൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുക.
ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പം അത് ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ REM എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തത്. അതേസമയം REV എന്ന വേരിയബിൾ നോക്കുക, അത് ആദ്യമായിട്ട് ഉപയോഗിച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തത്. സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇനിഷ്യലായിട്ട് വാല്യൂ ഒന്നും കൊടുത്തില്ല എങ്കിലും റാൻഡമായിട്ട് ഒരു വാല്യൂ അതിൽ സ്റ്റോർ ആവുന്നുണ്ട്. നമ്മളിവിടെ എന്നും REM എന്നും എന്നും ഒക്കെ വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂയും കൂടെ ഇതിൻ്റെ മെമ്മറിയിൽ അതിൻ്റെ വാല്യൂ ആയിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. റാൻഡം നമ്പർ, എന്തെങ്കിലും ഒരു റാൻഡം നമ്പർ അതിൽ സ്റ്റോർ ആവുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഒരു പ്രശ്നം ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്ന് പറയുന്ന ആ വേരിയബിൾ എന്തെങ്കിലും റാൻഡം വാല്യൂ സ്റ്റോർ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിന് അതിന് എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ആ റാൻഡം വാല്യൂ റീപ്ലേസ് ആവുന്നുണ്ട്. നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന നമ്പർ ഉപയോഗിച്ച് ആ റാൻഡം വാല്യൂവിന് റീപ്ലേസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിൽ എന്തെങ്കിലും റാൻഡം വാല്യൂ സ്റ്റോർ ചെയ്ത് കിടന്നാലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റാൻഡം വാല്യൂ സ്റ്റോർ ചെയ്ത് കിടന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അതിന് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അങ്ങ് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പം എന്തെങ്കിലും റാൻഡം വാല്യൂ ഇതിലുണ്ടെങ്കിൽ തന്നെ അത് ഇതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ റീപ്ലേസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ REM എന്ന് പറയുന്ന വേരിയബിൾ അതിലും എന്തെങ്കിലും റാൻഡം വാല്യൂ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. കാരണം ഇവിടെ %10 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ റിമൈൻഡർ, ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ ആ കിട്ടുന്ന റിമൈൻഡറിനെ റം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. റിമൈൻഡർ 0 ആണെങ്കിൽ പോലും ആ 0നെ റം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കയറി സ്റ്റോർ ആവുകയാണ്. അങ്ങനെ സ്റ്റോർ ആവുന്നുണ്ട്. എന്തെങ്കിലും റാൻഡം നമ്പർ ഉണ്ടെങ്കിൽ പോലും അതങ്ങ് റീപ്ലേസ് ആവുന്നുണ്ട്. പക്ഷേ ഈ REV എന്ന് പറയുന്ന ഈ വേരിയബിൾ, അല്ലെങ്കിൽ മുമ്പത്തെ പ്രോഗ്രാമിലാണെങ്കിൽ എന്ന് പറയുന്ന വേരിയബിൾ, അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പം ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ സംഭവം ഉപയോഗിക്കുന്നത്. ഇവിടെ സപ്പോസ് ഇവിടെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എന്ന് കരുതുക. REV എന്നുള്ളത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റാൻഡം നമ്പർ ആയിരിക്കും ഡീഫാൾട്ടായിട്ട് അതിൻ്റെ മെമ്മറിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ ഡീഫാൾട്ടായിട്ട് കിടക്കുന്ന നമ്പർ, ആ റാൻഡം നമ്പർ ആയിരിക്കും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ റം എന്ന് പറയുന്ന അതിൻ്റെ അതിൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് ഈ REV എന്ന് പറയുന്ന വേരിയബിളിലോട്ടൊക്കെ സ്റ്റോർ ആവുന്നത്. അതായത് ഒരു തെറ്റായ വാല്യൂ ആയിരിക്കും കയറി സ്റ്റോർ ആവുന്നത്. എന്തെങ്കിലും റാൻഡം നമ്പർ ഇതിൻ്റെ അത് ഈ വേരിയബിൾ കാണും. ഇവിടെ ഈക്വൽ ടു 0 ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റാൻഡം വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ ആയിരിക്കും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ വാല്യൂയും കൂടെ ആഡ് ചെയ്ത് ഇതിലോട്ട് അങ്ങ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ തന്നെ സംഭവം അങ്ങ് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് തന്നെ 0 എന്ന വാല്യൂ കൊണ്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. അങ്ങനെ 0 എന്ന വാല്യൂ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് റൺ ചെയ്യുന്ന സമയത്ത് REV എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് ബാക്കി അങ്ങോട്ട് ചെയ്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുന്നു. അതായത് ഇത് പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ വേരിയബിൾ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിലാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ആ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ വേരിയബിൾ ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഈക്വൽ ടു സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ വേരിയബിൾ വരുന്നത് എങ്കിൽ അതിന് എന്തെങ്കിലും ഇനിഷ്യൽ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും റാൻഡം വാല്യൂ ആയിരിക്കും അതിലവിടെ കിടക്കുന്നത്. മെമ്മറിയിൽ എന്തെങ്കിലും റാൻഡം വാല്യൂ കിടക്കും. അതായിരിക്കും ആ വാല്യൂവിനെ അതങ്ങ് യൂസ് ചെയ്ത് ബാക്കി കാൽക്കുലേഷൻസ് അങ്ങ് നടത്തും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലാണ് ആ വേരിയബിൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 0 എന്നോ ലോജിക്ക് ഇല്ലാതെ എന്തെങ്കിലും ഇനിഷ്യൽ വാല്യൂ 0യ്ക്ക് പകരം 1 ഒന്നും കൊണ്ടൊന്നും ഇനിഷ്യലൈസ് ചെയ്യരുത്. ഇവിടെ ഇപ്പം 0 ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാണ് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പം അതിൻ്റെ ഡീഫാൾട്ട് വാല്യൂ 0യോ അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 0 എന്നൊന്നും മീനിങ് ഇല്ല. എന്തെങ്കിലും റാൻഡം നമ്പർ ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാത്തിലും ഈ നമ്മിലും റമ്മിലും എന്നിലും എല്ലാം എന്തോ റാൻഡം വാല്യൂ സ്റ്റോറായി കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഈ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈക്വേഷനിൽ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലല്ല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമാകുന്നില്ല. പക്ഷേ ഈ ഒരു വേരിയബിളിന് മാത്രം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇനിഷ്യലൈസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.